പണ്ടൊരു നാട്ടിൽ നല്ല കഴിവുള്ള ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. അയാളുടെ ജോലിയിലുള്ള ആത്മാർത്ഥതയും വേഗതയും നിപുണതയും എല്ലാം കണ്ട് ഒരു വലിയ മരക്കച്ചവടക്കാരൻ അയാളോട് പറഞ്ഞു, നീ ഇനി സ്വന്തമായി ജോലി ചെയ്യണ്ട, എനിക്കൊരു ദിവസം തന്നെ ആയിരക്കണക്കിന് മരങ്ങളുടെ ആവശ്യമുണ്ട്. നീ എന്ത് ചെയ്താൽ മതി, എനിക്ക് വേണ്ടി മരം മുറിച്ചാൽ മതി, നിനക്കിപ്പോൾ കിട്ടുന്ന കൂലിയുടെ 2 ഇരട്ടി ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കരാറിലെത്തി. പിറ്റേ ദിവസം തൊട്ട് മരം വെട്ടുകാരൻ ആ വലിയ കച്ചവടക്കാരന് വേണ്ടി മരം മുറിക്കാൻ തുടങ്ങി. 1-ാമത്തെ ദിവസം അയാൾ 700 മരം മുറിച്ചു, നിഷ്പ്രയാസം. നല്ല കൂലിയും വാങ്ങിച്ച് കുടുംബത്തിലേക്ക് തിരിച്ചുപോയി, സന്തോഷവാനായി തിരിച്ചുപോയി. 2-ാമത്തെ ദിവസം അയാൾ തലേന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടു. പക്ഷെ അയാൾക്ക് വെറും 500 മരങ്ങൾ മാത്രമേ മുറിക്കാൻ കഴിഞ്ഞുള്ളൂ. അയാൾ വലിയ സങ്കടത്തിലാണ് തിരിച്ചുപോയത്. 3-ാമത്തെ ദിവസം അയാൾ കഴിഞ്ഞ 2 ദിവസത്തേക്കാൾ കൂടുതൽ മെനക്കെടുകയും പ്രയാസപ്പെടുകയും ചെയ്തു. അയാൾ വേർത്തു കുളിച്ചു തളർന്ന് പരവശനായി. പക്ഷെ അയാൾക്ക് കേവലം 150 മരങ്ങൾ മാത്രമേ മുറിക്കാൻ കഴിഞ്ഞുള്ളൂ. 4-ാമത്തെ ദിവസം അയാൾ ഈ മരക്കച്ചവടക്കാരൻ്റെ മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മുതലാളി, എന്താണെന്നറിയില്ല, എൻ്റെ കഴിവുകൾ ക്ഷയിച്ചു പോകുന്നത് പോലെ, എൻ്റെ ആരോഗ്യം തളർന്നു പോകുന്നത് പോലെ എനിക്ക് മുമ്പത്തെ പോലെ പണിയെടുക്കാൻ കഴിയുന്നില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും ആദ്യ ദിവസം ഞാൻ നേടിയെടുത്ത ആ വലിയ നേട്ടം എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നയാൾ പറഞ്ഞപ്പോൾ ആ മരക്കച്ചവടക്കാരൻ ഈ മരം വെട്ടുകാരനോട് വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു. അത് ചോദ്യം എന്താണെന്നറിയോ? നീ നിൻ്റെ മഴുവിൻ്റെ മൂർച്ച കൂട്ടിയിട്ട് എത്രയായി? അപ്പോഴാണ് അയാൾ ഓർമ്മിച്ചത്, മഴുവിൻ്റെ മൂർച്ച കൂട്ടിയിട്ട് കുറേയായി. 1-2 മരം വെട്ടിയിരുന്ന കാലത്ത് മഴുവിൻ്റെ മൂർച്ച ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ 100 കണക്കിന് മരങ്ങൾ ഒരൊറ്റ ദിവസം മുറിക്കുന്ന സമയമായപ്പോൾ മഴുവിൻ്റെ മൂർച്ച എന്നത് വലിയൊരു പ്രശ്നമായി മാറി. അയാൾ അത് ശ്രദ്ധിക്കാതെ പോയി. 1-ാമത്തെ ദിവസം തന്നെ അയാളുടെ മഴുവിൻ്റെ മൂർച്ച നന്നായി കുറഞ്ഞു. 2-ാമത്തെ ദിവസം അത് അയാൾക്ക് അനുഭവപ്പെട്ടു. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് അയാളുടെ മഴുവിൻ്റെ മൂർച്ച ഏകദേശം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് മരം മുറിക്കാൻ കഴിയാതിരുന്നത്. ആ പ്രശ്നം അയാൾ തിരിച്ചറിഞ്ഞതോടുകൂടി മഴുവിൻ്റെ മൂർച്ച കൂട്ടുകയും അയാൾ ആദ്യത്തേതിനേക്കാൾ ഉഷാറായി പണിയെടുക്കുകയും ചെയ്തു. നമുക്കൊക്കെ നമ്മുടെ ഭൂതകാലത്തിൽ, കഴിഞ്ഞ കാലത്തിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് അമലുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. കാലക്രമേണ നമ്മുടെ അമലുകൾക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ കർമ്മങ്ങൾക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് ഓതിയതുപോലെ ഇപ്പോൾ ഓതാൻ പറ്റുന്നില്ല, പണ്ട് നിസ്കരിച്ചതുപോലെ ഇപ്പോൾ നിസ്കരിക്കാൻ പറ്റുന്നില്ല, പണ്ട് ദുആ ചെയ്തതുപോലെ ഇപ്പോൾ ദുആ ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ തിരക്കാണ്, പ്രശ്നമാണ്. പക്ഷെ അന്നും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, തിരക്കുകൾ ഉണ്ടായിരുന്നു. ഇന്നും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. എവിടെയാണ് പരിഹാരം കിടക്കുന്നത്? ഈമാനിൻ്റെ മൂർച്ച കൂട്ടുക എന്നതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലും അറിവുകളിലും അതിൻ്റെ മൂർച്ച വർദ്ധിപ്പിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ഓർക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഈമാനിൻ്റെ മൂർച്ച കൂടും. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ആലോചിക്കുന്നുവോ, എത്രത്തോളം പഠിക്കുന്നുവോ, എത്രത്തോളം റബ്ബിനോട് നാം അടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഈമാനിന്റെ മൂർച്ച കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പടച്ചോൻ ഇത് ഖുർആനിൽ പറഞ്ഞതാണ്. അള്ളാഹു പറയുന്നു, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് നമ്മളെയും ഓർക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, ഉത്തമമായ, ഉന്നതമായ, ഉദാത്തമായ ഒരുപാട് പേരുകൾ. ആ പേരുകളാൽ നിങ്ങൾ എന്നെ വിളിക്കുക എന്ന് അള്ളാഹു പറയാൻ. അള്ളാഹുവിന്റെ പേരെന്തൊക്കെയാണ്? അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം, അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസ്, الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الرافع المعز المذل السميع البصير الحكم العدل اللطيف
ലത്തീഫുൽ ഖബീർ. ഇങ്ങനെ അള്ളാഹുവിന്റെ വിവിധങ്ങളായ നാമങ്ങൾ, ഈ നാമങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഉന്നതമായ വിശേഷങ്ങൾ വിളിച്ചു പറയുന്നതാണ്. അതിൽ ഒന്നാമതായി അള്ളാഹു പറഞ്ഞ നാമം ഏതാണ്? ഒന്നാമതായി അള്ളാഹു പറഞ്ഞ പേരേതാണ്? അർ-റഹ്മാൻ, പരമകാരുണികൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വല്ലാത്തൊരു സിഫത്താണ് പ്രിയപ്പെട്ടവരെ ഇത്. 5 നേരവും നമസ്കാരത്തിൽ എല്ലാ റക്അത്തുകളിലും ഓതാൻ നിർബന്ധമാക്കപ്പെട്ട സൂറത്ത് അർ-റഹ്മാൻ അർ-റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ്. അള്ളാഹുവിന്റെ ഈ സിഫത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കാണ്, ഖുൽ ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ്, ആരുടേതാണ് ആകാശവും ഭൂമിയും മുഴുവൻ? ആരാണ് ആകാശത്തെയും ഭൂമിയെയും പടച്ചത്? ഖുൽ, നബിയേ പറയുക, ലില്ലാഹ്, അല്ലാഹുവിനുള്ളതാണ് ആകാശവും ഭൂമിയും മുഴുവൻ. കതബ അലാ നഫ്സിഹി റഹ്മ, ആകാശവും ഭൂമിയും അവൻ പടച്ചു എന്ന് മാത്രമല്ല, ആ ഭൂമിയിലുള്ള ജീവജാലങ്ങളോട്, ആകാശത്തുള്ള ജീവജാലങ്ങളോട് എന്തെന്നില്ലാത്ത കരുണയും അവനവന്റെ സ്വന്തത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സിഫത്താണ് കാരുണ്യം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നിയമങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും, ഈ ഭൂമിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പ്രതീതിയാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നബയിലൂടെ റബ്ബിന്റെ കാരുണ്യം ഓരോന്നായി പടച്ചറപ്പെടുത്ത് ചോദിക്കുന്നുണ്ട്. അലം നജഅലിൽ അർദ മിഹാദാ, ഈ ഭൂമിയിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ, ആ ഭൂമിയെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിധത്തിൽ ഞാനിതാ വിധാനിച്ചു തന്നിരിക്കുകയാണ്. വൽ ജിബാല ഔതാദാ, ആ ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ, ആ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ ഭൂമിക്ക് മുകളിൽ പർവ്വതങ്ങളെ നാം ആണികളാക്കി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. വഖലഖനാകും അസ്വാജാ, നിങ്ങളുടെ പരമ്പര നിന്നു പോകാതിരിക്കാൻ, നിങ്ങളുടെ വംശം നശിച്ചു പോകാതിരിക്കാൻ നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഇണകളാക്കി സൃഷ്ടിച്ചതിലൂടെ അള്ളാഹു നിങ്ങളെ ഭൂമി മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വജഅൽനാ നൗമകും സുബാതാ, ഉറക്കം നിങ്ങൾക്ക് സുന്ദരമായ ഒരു വിശ്രമമായി ഞാൻ നിങ്ങൾക്ക് സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. വജഅൽനൽ ലൈല ലിബാസാ, രാത്രി സമയം നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഒരു വേളയായി ഞാൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു. വജഅൽനൻ നഹാറ മആശാ, പകലിന്റെ വേളകളാകട്ടെ നിങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്ന ഉപജീവനം നേടാനുള്ള ഒരു സമയമായി, തേടാനുള്ള ഒരു സമയമായി പകലിനെ നാം നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു. വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ, നിങ്ങൾക്ക് മുകളിൽ ശക്തമായ 7 ലോകങ്ങളെ ഞാൻ പടുത്തുയർത്തുകയും ചെയ്തിരിക്കുന്നു. വജഅൽനാ സിറാജൻ വഹാജാ, മാനത്തേക്ക് നോക്കുമ്പോൾ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു തന്നിരിക്കുന്നു. ആ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിലൂടെയാണ് ലോകത്താകമാനം പ്രകാശ സംശ്ലേഷണം നടക്കുന്നതും, ലോകത്ത് ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നതും, പച്ചക്കറികൾ ഉണ്ടാകുന്നതും, പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നതും, സസ്യജാലങ്ങളും ജന്തുജീവികളും ജീവിക്കുന്നതും ഈ സൂര്യപ്രകാശത്തിലൂടെയാണ്. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ, എന്നിട്ട് മേഘക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളത്തെ നാം നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, എന്നിട്ട് ആ മഴയിലൂടെ എണ്ണിയാലൊടുങ്ങാത്ത പച്ചക്കറികളും എണ്ണിയാലൊടുങ്ങാത്ത ധാന്യവർഗ്ഗങ്ങളും നാം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു. വജന്നാതിൻ അൽഫാഫാ, ഇടതൂർന്ന തോട്ടങ്ങളും ആ മഴയിലൂടെ നാം നിങ്ങൾക്ക് മുളപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ഫല്യൻദുറിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യനവന്റെ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. എപ്രകാരമാണ് വാനലോകത്ത് നിന്ന് നാം മഴയെ വർഷിപ്പിച്ചത്. എന്നിട്ട് അതിസൂക്ഷ്മമായ രീതിയിൽ എപ്രകാരമാണോ നാം ഭൂമിയിൽ ചെറിയൊരു വിള്ളൽ ഉണ്ടാക്കിയത്. فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة
വഅബ്ബാ മതാഅൻ ലക്കും വലിഅൻആമിക്കും. അവർക്ക് വേണ്ടുന്ന ധാന്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന പച്ചക്കറികൾ, അവർക്ക് വേണ്ടുന്ന പഴവർഗ്ഗങ്ങൾ, അവർക്ക് വേണ്ടുന്ന എന്തൊക്കെ അവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം അവർക്ക് വേണ്ടി ആ മഴയിലൂടെ വർഷിപ്പിച്ചവൻ, ആ മഴയിലൂടെ മുളപ്പിച്ചവനാരാണ്? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ വാനലോകത്ത് നിന്ന് മഴയെ വർഷിപ്പിച്ചത്, അതല്ല നാമാണോ വാനലോകത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി മഴ വർഷിപ്പിച്ചതെന്ന് സൂറത്തുൽ വാഖയിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ നമുക്ക് സംവിധാനിച്ചു തന്ന കാരുണ്യത്തെ എങ്ങാനും അനുഗ്രഹത്തെ എങ്ങാനും എണ്ണി തിട്ടപ്പെടുത്താൻ നാം തുനിഞ്ഞാൽ ലാ തുഹ്സൂഹാ, ഒരിക്കലും അത് എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല, ഒരിക്കലും അത് എണ്ണി തീർക്കാൻ നമുക്ക് കഴിയില്ല. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ. നാം ഒരുപാട് പരാതികളും പരിഭവങ്ങളും പറയുകയാണ്. എനിക്ക് സമ്പത്തില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളില്ല, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയും പരിഭവവും നാം പറയുന്ന സമയം, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ എണ്ണമറ്റ അനുഗ്രഹം ഓരോ നിമിഷവും നാം ആസ്വദിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കണ്ണിന്റെ കാഴ്ച നാം അപേക്ഷ നൽകിയിട്ട് കിട്ടിയതല്ല, നമ്മുടെ ചെവിയുടെ കേൾവി നാം അപേക്ഷ നൽകിയിട്ട് കിട്ടിയതല്ല, ഈ സംസാരിക്കാനുള്ള കഴിവ് പടച്ചറബിനോട് നാം ദുആ ചെയ്തു വാങ്ങിച്ചതല്ല, നടക്കാനുള്ള കാലുകളും പിടിക്കാനുള്ള കൈകളും ഇടിക്കുന്ന ഹൃദയങ്ങളും പ്രവർത്തിക്കുന്ന 2 കിഡ്നികളും പ്രവർത്തിക്കുന്ന കരളും ആന്തരികാവയവങ്ങളും ശരീരത്തിലെ അതിനൂതനമായ സംവിധാനങ്ങളുമൊന്നും ഒരിക്കലും നാം ആരോടും ചോദിച്ചു വാങ്ങിച്ചതല്ല, എവിടെയും അപേക്ഷ കൊടുത്ത് വാങ്ങിച്ചതല്ല. ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ആ സംവിധാനങ്ങൾ മുഴുവൻ പടച്ചറബ് സംവിധാനിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും റബ്ബ് ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മോട് കാരുണ്യമുള്ള 2 ഹൃദയങ്ങളെയും ഈ ഭൂമിയിലേക്ക് നാം വരുന്നതിന്റെ മുന്നേ അള്ളാഹുവിടെ സംവിധാനിച്ചു വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അറിയാൻ പ്രപഞ്ചത്തെക്കുറിച്ചോ ഗോളശാസ്ത്രത്തെക്കുറിച്ചോ ഒന്നും പഠിക്കണ്ട, സ്വന്തത്തിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. നാം കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക്, നാം കുടിക്കുന്ന വെള്ളത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. എത്ര തന്നെ നമ്മൾ അനുസരണക്കേടും നന്ദികേടും കാണിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊന്നും ഈ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസിദ്ധമായ ഹദീസ്, നമ്മൾ ഒരുപാട് തവണ കേട്ട ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന് 100 കാരുണ്യമുണ്ട്, 100 കാരുണ്യം പടച്ചോനുണ്ട്. അതിൽ ഒരൊറ്റ കാരുണ്യം മാത്രമാണ് അള്ളാഹു ഈ ദുനിയാവിലേക്ക് അവതരിപ്പിച്ചത്. ഒരു കാരുണ്യം, 1% മാത്രം, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ 1% മാത്രം. പ്രിയപ്പെട്ടവരെ, ആ കാരുണ്യം കൊണ്ടാണ് നമ്മൾ തിന്നുന്നത്, നമ്മൾ കുടിക്കുന്നത്, നമ്മൾ ഭക്ഷിപ്പിക്കുന്നത്, നമ്മൾ വെള്ളം കൊടുക്കുന്നത്. ഉമ്മക്ക് മകനോടുള്ള സ്നേഹം, മകൻ ഉമ്മയോടുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന സ്നേഹം, സുഹൃത്തുക്കൾ പരസ്പരമുള്ള സ്നേഹം, പരിചയക്കാർ പരസ്പരമുള്ള സ്നേഹം, അയൽവാസികൾ പരസ്പരം കാണിക്കുന്ന സ്നേഹം, വനാന്തരങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലും പോയിട്ടില്ലാത്ത വന്യമൃഗങ്ങൾ അവയുടെ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം, സിംഹം അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം, കാണ്ടാമൃഗം അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം, എല്ലാം അള്ളാഹുവിന്റെ ഈ ഒരു കാരുണ്യത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ്. ബാക്കി 99 കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ അങ്ങോട്ട് റിസർവ് ചെയ്തു വെച്ചിരിക്കുന്നു, മാറ്റി വെച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ്? അതാണ് അള്ളാഹുവിന്റെ തൊട്ടടുത്ത് പറയുന്ന സിഫത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികനാണ്, പരമത്തിനോടും കരുണ കാണിക്കുന്നവൻ, അനുസരണയുള്ളവനോടും അനുസരണ ഇല്ലാത്തവനോടും, മുസ്ലിമിനോടും കാഫിറിനോടും മുശ്രിക്കിനോടും മുവഹിദിനോടും എല്ലാം കരുണ കാണിക്കുന്ന ആ സിഫത്താണ് അർ റഹ്മാൻ. എന്നാൽ അർ റഹീം എന്നാൽ മാറ്റണ്ട്. അർ റഹീം എന്നാൽ എല്ലാവരോടും കരുണ കാണിക്കുന്നവൻ എന്നല്ല, കരുണാനിധി, കരുണ സംഭരിച്ചു വെക്കുന്നവൻ. എന്നിട്ട് ആ കരുണ പ്രത്യേകമായ ഒരു വിഭാഗത്തിന് മാത്രം നൽകുന്നവൻ. ആ നൽകുന്നതിൻ്റെ അളവോ വ്യാപ്തിയോ ദുനിയാവിൽ ഒരാൾക്കും തന്നെ വിശദീകരിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അളവെത്ര, അള്ളാഹുവിന്റെ ആയത്തുകളിൽ കാരുണ്യം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നതായി നമുക്ക് കാണാൻ കഴിയും. ശരിക്കും നമ്മൾ ആ ആയത്തുകൾ പാരായണം ചെയ്താൽ റസൂലിനോട് പറയാൻ പഠിപ്പിച്ചല്ലേ പടച്ചോൻ? എന്താ പറഞ്ഞത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ
ഖുൽ നബിയേ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ, അല്ലയോ സ്വന്തത്തോട് അക്രമം ചെയ്ത, സ്വന്തം ദേഹങ്ങളോട് ആത്മാക്കളോട് അതിക്രമം ചെയ്ത എന്റെ അടിമകളെ, അവരോട് പറയാൻ നബിയെ എന്താണ് പറയാൻ പഠിപ്പിച്ചത്? നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്നല്ല, നിങ്ങളെ നാം വെറുതെ വിടില്ല എന്നല്ല, നിങ്ങളെ നാം ഭീകരമായ രീതിയിൽ ശിക്ഷിക്കുമെന്നൊന്നുമല്ല. മറിച്ച് അല്ലാഹു പറയാൻ കൽപ്പിച്ചത് എന്താണ്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. എന്തിനാണ് പടച്ചോൻ ഇപ്രകാരം പറഞ്ഞത്? അല്ലാഹുവിന്റെ കാരുണ്യം ഇനി ഒരിക്കലും എനിക്ക് ലഭിക്കില്ല എന്ന കോലത്തിൽ തിന്മ ചെയ്യുന്ന ആളുകൾ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാവും. പടച്ച റബ്ബിന്റെ കരുണാകടാക്ഷം ഇനി ഒരിക്കലും എനിക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന ഗൗരവത്തിൽ തിന്മ ചെയ്യുന്ന ആളുകൾ, പാപം ചെയ്യുന്ന ആളുകൾ ഈ മനുഷ്യ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് ആലിമുൽ അല്ലാമായ റബ്ബിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്ര തന്നെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര തന്നെ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, ആ പാപത്തിന്റെ ആധിക്യം അല്ലാഹുവിന് വിഷയമല്ല, ആ പാപത്തിന്റെ ആവർത്തനം അല്ലാഹുവിന് വിഷയമല്ല, ആ പാപത്തിന്റെ വ്യാപ്തി അല്ലാഹുവിന് വിഷയമല്ല. നിങ്ങൾ റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാതെ അവന്റെ മുന്നിലേക്ക് പശ്ചാത്താപത്തിന്റെ കൈനീട്ടിയാൽ, അവന്റെ മുന്നിലേക്ക് പ്രായശ്ചിത്തത്തിന്റെ കണ്ണുനീരിന്റെ തുള്ളികൾ പൊഴിച്ചാൽ, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, ആ പാപങ്ങളെല്ലാം നിരുപാധികം അല്ലാഹു പുറത്തു തരുന്നതായി കാണാം. ആ പാപങ്ങൾ മുഴുവൻ റബ്ബ് പുറത്തു തരുന്നതാണ്, മാപ്പ് നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ചോദിക്കുന്നുണ്ട്, അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദആ ഫയക്ഷിഫുസ്സൂ വയജഅലു ലക്കും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. ഗതികെട്ടവൻ ഗതികെട്ടുകൊണ്ട് വിളിക്കുമ്പോ ആ ഗതികെട്ടവന്റെ വിളിക്ക് ഉത്തരം നൽകുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇലാഹുണ്ടോ? അവനല്ലാതെ വേറെ ഏതെങ്കിലും ആരാധ്യം നിങ്ങൾക്കുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. പാപം എന്നത് വലിയ ഗതികേടാണ് പ്രിയപ്പെട്ടവരെ. തിന്മയേക്കാൾ വലിയ ഗതികേട് മറ്റൊന്നുമില്ല. ആ ഗതികേടിന്റെ അങ്ങേ തലയിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ ആ പാപത്തിന്റെ ആധിക്യത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ വിളിക്കുകയാണ്. യാ റബ്ബി, എന്റെ റബ്ബേ എന്ന് വിളിക്കുമ്പോ ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ലോകത്തിന്റെ രക്ഷിതാവ്, രാജാതിരാജനായ കാരുണ്യവാനായ അവന്റെ റബ്ബവന് മറുപടി നൽകുമെന്നാണ്. യാ അബ്ദീ, എന്റെ അടിമയെ നീ ചോദിക്കുക, എന്താണ് നിനക്ക് വേണ്ടത്? നിന്റെ പ്രയാസം എന്താണ്? നിന്റെ ബുദ്ധിമുട്ട് എന്താണ്? അല്ലാഹു തിരിച്ചു ചോദിക്കുമെന്നാണ്. ആ സമയത്ത് അടിമ പറയുകയാണ്, റബ്ബി ഇന്നി ظلمت نفسي ظلما كثيرا فإنه لا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. അല്ലാഹുവേ, എണ്ണമില്ലാത്ത അറ്റമില്ലാത്ത പാപം ചെയ്തിട്ടാണ് ഞാനിതാ നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് റബ്ബേ. അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം നാഥ. നീയല്ലാതെ പാപം പുറത്തു തരുന്നവനായി മറ്റാരുമില്ല, നീയല്ലാതെ തിന്മകൾ കഴുകിക്കളയുന്നവനായി മറ്റാരുമില്ല. അതുകൊണ്ട് സാഗര സമാനമായ കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. ആരും മാറ്റിവിടപ്പെടാത്ത, ആരും മടക്കിവിടപ്പെടാത്ത നിന്റെ കാരുണ്യത്തിന്റെ വാതിലിൽ എനിക്കൊരു സ്ഥാനം നൽകണേ നാഥ എന്നൊരടിമ അല്ലാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ റബ്ബിനുണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പാപഭംഗിലമായ ജീവിതയാത്രക്കൊടുവിൽ ഒരു മനുഷ്യന് പശ്ചാത്താപം തോന്നിക്കൊണ്ട് അല്ലാഹുവിന്റെ തൗബയുടെ വാതിൽ അവൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവനവന്റെ റബ്ബിനോട് കരയുകയാണ്, പറയുകയാണ്, അവലാദിയും വേവലാദിയും പറയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിനുണ്ടാകുന്ന വികാരം എന്താണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നു. ഒരു മനുഷ്യനതാ മരുഭൂമിയിലൂടെ തന്റെ ഒട്ടകത്തെയും കൊണ്ട് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അയാൾ യാത്ര ചെയ്ത് തളർന്നു പോയപ്പോ ആ ഒട്ടകത്തിന്റെ ചാരത്ത് അയാൾ കിടന്നുറങ്ങുകയാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒട്ടകം മുന്നിലില്ല. ഒട്ടകം എവിടേക്കോ ജലം തേടിക്കൊണ്ട്, വെള്ളം തേടിക്കൊണ്ട് നടന്നു പോയിരിക്കുന്നു. ആ ഒട്ടകമില്ലാതെ യാത്ര പൂർത്തീകരിക്കാൻ സാധ്യമല്ല. ആ ഒട്ടകപ്പുറത്താണ് അയാളുടെ വെള്ളവും ഭക്ഷണവും സകല
സാമഗ്രികളുമുള്ളത്. അയാളതാ മരണത്തെ കാത്തു കിടക്കുകയാണ്. ഇനി തന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഇനിയൊരു ജീവിതം തനിക്കില്ല. ഈ മരുഭൂമിയുടെ കത്തിപ്പൊള്ളുന്ന ചൂടിൽ ശരീരത്തിന്റെ ജലം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ട് നിർജ്ജലീകരണം നടന്നുകൊണ്ട് ഇവിടെ മരിക്കുക എന്നത് മാത്രമാണ് തന്റെ വിധിയെന്ന് മനസ്സിലാക്കി നിരാശയോടെ ആ മനുഷ്യനതാ ആ ഒട്ടകത്തെ തേടി നടക്കുന്ന സമയം ആ മനുഷ്യന്റെ മുന്നിലേക്ക് ആ ഒട്ടകത്തെ അല്ലാഹു തിരിച്ചു കൊണ്ടുവരികയാണ്. ആ സമയം ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണ്, ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആഹ്ലാദം എത്രയാണ്, അതിനേക്കാൾ എത്രയോ മടങ്ങാണ് പാപഭംഗിലമായ ജീവിതത്തിനൊടുവിൽ അള്ളാന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞ് കേണ് കെഞ്ചി പറയുന്ന ഒരടിമയുടെ ദുആ, ഒരടിമയുടെ പശ്ചാത്താപം, ഒരടിമയുടെ തൗബ അള്ളാഹുവിന്റെ മനസ്സിലുണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ഇത്രയും സന്തോഷമുണ്ടാകുന്നത്? ഇവൻ ദുആ ചെയ്തത് കൊണ്ടോ, ഇവൻ പശ്ചാത്തപിച്ചത് കൊണ്ടോ അള്ളാന്റെ രാജാധികാരത്തിൽ ഒന്നും തന്നെ കൂടാനില്ല. ഈ ലോകത്തുള്ള സകല മനുഷ്യരും പ്രവാചകനെ പോലെ നന്മയുള്ളവരായി മാറി ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചാലും ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ രാജാധികാരത്തിൽ ഒന്നും തന്നെ വർദ്ധിക്കാനില്ല. അല്ലെങ്കിൽ ഈ ദുനിയാവിലെ സകല മനുഷ്യരും അബൂജഹലിനെ പോലെ ഇബ്ലീസിനെ പോലെ നന്ദി കെട്ടവരായി അള്ളാഹുവിനെ തെറി പറഞ്ഞ് അള്ളാഹുവിനെ ധിക്കരിച്ച് തനി മുശ്രിക്കുകളായി ജീവിച്ചാലും അള്ളാഹുവിന്റെ രാജാധികാരത്തിൽ ഒന്നും തന്നെ കുറയാനില്ല, ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരടിമ തന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നത്? തന്റെ അടിമ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചിട്ടാണ്, തന്റെ അടിമ നരകത്തിൽ നിന്ന് മോചനം നേടുമെന്ന് ചിന്തിച്ചിട്ടാണ്, തന്റെ അടിമ സ്വർഗപ്രവേശനം നേടുമെന്ന് ആ ഒരു ചിന്തയാണ്, ആ ഒരു അറിവാണ് അള്ളാഹുവിനെ സന്തോഷവാനാക്കുന്നത്. അള്ളാഹു അത്രയും ആഹ്ലാദിക്കുന്നത് ആ കാരണം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹ് എന്തെങ്കിലും നേട്ടുണ്ടായതുകൊണ്ടല്ല, പടച്ചോൻ എന്തെങ്കിലും മെച്ചുണ്ടായതുകൊണ്ടല്ല ഒരാൾ തൗബ ചെയ്യുമ്പോൾ പടച്ചോൻ എന്ത് ചെയ്യുന്നത്? സന്തോഷിക്കുന്നത്. നേരെ മറിച്ച് ആ അടിമ രക്ഷപ്പെടുമല്ലോ. അപ്പോൾ ആ അടിമയോട് അള്ളാഹുവിനുള്ള സ്നേഹം എത്രയാണ്, ആ അടിമയോട് അള്ളാഹുവിനുള്ള കാരുണ്യം എത്രയാണ്. ഒരാൾക്ക് നല്ല ജോലി കിട്ടുമ്പോൾ നമുക്ക് കരച്ചിൽ വരിക, സന്തോഷം കൊണ്ട് കരച്ചിൽ വരിക. അയാളോട് നമുക്ക് എത്ര ആത്മാർത്ഥത ഉണ്ടാവും. അയാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാവാൻ നമുക്ക് ഭയങ്കരമായ, സാധാരണഗതിയിൽ മനുഷ്യൻ അങ്ങനെ ഉണ്ടാവില്ല, മനുഷ്യൻ അസൂയാണ് ഉണ്ടാവുക. കോമണായ മാനുഷിക വികാരം എന്താണ്? നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അതല്ലാത്ത പുറത്തുള്ള ഒരാൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമ്പോൾ ഉള്ളിൽ എല്ലാ മനുഷ്യർക്കും അസൂയ ഉണ്ടാവും. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്, അവൻ്റെ ഹുൽക്ക് അങ്ങനെയാണ്. പക്ഷേ ഒരാൾക്ക് നേട്ടം ഉണ്ടാവുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ, നമ്മുടെ ഹൃദയം നിറയാൻ, നമ്മുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീര് വരാൻ, അങ്ങനെയാണെങ്കിൽ ആ നേട്ടം കിട്ടിയ മനുഷ്യന് നമ്മുടെ ഹൃദയത്തിലുള്ള സ്ഥാനത്രയായിരിക്കും, നമ്മൾ അയാൾക്ക് നൽകുന്ന സ്നേഹത്രയായിരിക്കും. ഒരു മനുഷ്യൻ തിരിച്ച് പശ്ചാത്തപിച്ച് വരുമ്പോൾ അള്ളാഹു ഇത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനോടും അള്ളാഹുവിനുള്ള സ്നേഹത്രയാണ്. നമ്മളോട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനുള്ള സ്നേഹം, ഞാനെന്ന വ്യക്തിയോട്, നിങ്ങളെന്ന വ്യക്തികളോട് അള്ളാഹുവിനുള്ള സ്നേഹം. സുബ്ഹാനല്ലാഹ്. വല്ലാഹു യുരീദു അയ്യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലു മൈലൻ അദീമ. പടച്ചോൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന്, എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ നൂറുകണക്കിന് നാമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊന്നും അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനെന്ന ഒരൊറ്റ പേര് പോലും കാണാൻ കഴിയില്ല. മറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? വല്ലാഹു യുരീദു അയ്യതൂബ അലൈക്കും, നിങ്ങൾക്ക് പുറത്തു തരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് മാപ്പ് നൽകാൻ, നിങ്ങളെ ശുദ്ധീകരിക്കാൻ. വയുരീദൂന അയ്യത്തബിഉ ഷഹവാത്ത്, പക്ഷെ അവരാകട്ടെ ഷഹവാത്തുകൾക്ക് പിന്നാലെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കാൻ. അൻതമീലു മൈലൻ അദീമ, എന്നിട്ട് അവർ വിദൂരം നന്മയിൽ നകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയാൻ. യുരീദുല്ലാഹു അയ്യുഖഫിഫ അൻകും, നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി തരാനാണ് പടച്ചവൻ ഇഷ്ടം, നിങ്ങൾ കഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ ഉസ്ര വലാ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അള്ളാഹു നിങ്ങൾ പ്രയാസപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നേയില്ല, നിങ്ങൾ കഷ്ടപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നേയില്ല. സുബ്ഹാനല്ലാഹ്. ഇത്രയും കാരുണ്യവാനായ റബ്ബ്, ഇത്രയും വാത്സല്യനിധിയായ റബ്ബ്, അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബ്, പ്രിയപ്പെട്ടവരെ, ആ കാരുണ്യത്തിൽ നിന്ന് ആവോളം നേടിയെടുക്കാനുള്ള വലിയൊരവസരമാണ് ഈ പരിശുദ്ധ റമദാൻ മാസം. അതുകൊണ്ട് പാഴാക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വാങ്ങിക്കുക, ചോദിച്ചു വാങ്ങിക്കുക. ആർക്കും പടച്ചോൻ്റെ റഹ്മത്ത് അന്യമല്ല എന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ കാരുണ്യത്തിന് പാത്രീഭൂതരാകുന്ന മഹാഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ ഏവരെയും
ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ കാരുണ്യം അവൻ വെച്ചിരിക്കുന്നത് പലതിലുമാണ്. ഈ റമദാനിൽ അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ട്, നമ്മുടെ നിസ്കാരത്തിൽ അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ട്, നമ്മുടെ നോമ്പിൽ അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ട്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വെള്ളത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, എല്ലാറ്റിലും അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ട്. അതുപോലെ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമായി അവതരിപ്പിച്ച ഒന്നാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുദ്ദാലിമീന ഇല്ലാ ഖസാറാ. ഖുർആനിന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവർക്കും ഖുർആൻ കാരുണ്യമില്ല. ചില ആളുകൾക്ക് ഖുർആൻ കാരുണ്യമാണ്, ചില ആളുകൾക്ക് ഖുർആൻ തീരാ നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഖുർആൻ. എന്താ അല്ലാഹ് പറഞ്ഞത്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. ഖുർആനിൽ മുഅ്മിനീങ്ങൾക്ക് ഷിഫ ഉണ്ട്, ശമനമുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കും, ഹൃദയത്തിൻ്റെ ആദികൾക്കും വേവലാദികൾക്കും വ്യതകൾക്കുമെല്ലാം ഖുർആനിൽ ശമനമുണ്ട്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് കാരുണ്യവുമുണ്ട് ഖുർആനിൽ. വലാ യസീദുദ്ദാലിമീന ഇല്ലാ ഖസാറാ. സുബ്ഹാനല്ലാഹ്. വലാ യസീദുദ്ദാലിമീന ഇല്ലാ ഖസാറ. അക്രമകാരികൾക്ക് ഈ ഖുർആൻ നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഈ ഖുർആൻ ചില ആളുകൾക്ക് ശാപമാണ്, ചില ആളുകൾക്ക് നഷ്ടമുണ്ടാക്കുന്നതാണ്, ചില ആളുകൾക്ക് റഹ്മത്താണ്. റഹ്മത്തായി മാറിയവരുടെ കൂട്ടത്തിൽ നമ്മെ നാഥൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഖുർആൻ ഈ റമദാൻ മാസത്തിൽ ആവോളം പാരായണം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ഖുർആൻ നമുക്ക് റഹ്മത്താണ്. ഈ ഖുർആൻ പഠിക്കാനും അതിനോട് അടുക്കാനും അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ? ആ ഖുർആൻ നമുക്ക് റഹ്മത്താണ്. അതല്ല, ഈ ഖുർആൻ നമുക്ക് ഓതാൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, അടുക്കാൻ കഴിയുന്നില്ല എന്നതാണെങ്കിൽ അള്ളാഹു പറഞ്ഞ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോകും. സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനും കൂടിയുണ്ട്. ഇതറിയിക്കാൻ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ആ സന്തോഷ വാർത്ത ഇൻഷാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പള്ളിയിൽ ഒരു പുതിയ ഹിഫ്ള് കോളേജ് തുടങ്ങാൻ പോവുകയാണ്. താമസ സൗകര്യത്തോടു കൂടിയുള്ള കുട്ടികൾ ഹിഫ്ള് പഠിക്കുന്ന ഒരു ഹിഫ്ള് കോളേജ് ഈ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കകം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും പരിശ്രമവും അതിലുണ്ടാകണം. അതിൻ്റെ പ്ലാൻ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഈ പള്ളിയുടെ താഴെയാണ് ഹോസ്റ്റൽ സൗകര്യമുണ്ടാവുക. ഈ പള്ളിയിൽ വെച്ച് തന്നെയാണ് ആ ഹിഫ്ളിൻ്റെ പഠനമുണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളോട് പറഞ്ഞു തരും. അതിൻ്റെ ഒന്നാമത്തെ കളക്ഷനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മുടെ ഈ ഹിഫ്ള് കോളേജിൻ്റെ ഹിഫ്ള് സ്ഥാപനത്തിൻ്റെ ഒന്നാമത്തെ കളക്ഷനാണ് ഈ ദിവസം റമദാനിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ വെച്ച് എടുക്കാൻ പോകുന്നത്. പറയാതെ നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, കുട്ടികൾ ഈ ഹിഫ്ള് സ്ഥാപനത്തിൽ നിന്ന് ഹിഫ്ള് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു സംഭാവന അതിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു പങ്ക് അതിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു കുട്ടി ഇവിടുന്ന് ഹിഫ്ള് പഠിച്ചു, അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവൻ പാരായണം ചെയ്യുന്ന ഓരോ ഹർഫിൻ്റെയും പ്രതിഫലം അള്ളാഹു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല, ഈ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളിൽ ഏതെങ്കിലും ഒരാൾ ഭാവിയിൽ ഹിഫ്ള് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദായി മാറുകയോ കുട്ടികൾക്ക് ഹിഫ്ള് പഠിപ്പിക്കുന്ന ഒരാളായി മാറുകയോ ചെയ്താൽ ആ കുട്ടികൾ മുഴുവൻ പഠിക്കുന്ന പ്രതിഫലം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അങ്ങനെ ഒരു പക്ഷേ ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലത്തിൻ്റെ ചങ്ങലയായി നിങ്ങളുടെ ഈ സ്വതക്ക മാറും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ
അറ്റമില്ലാത്ത പ്രതിഫലം ഖബറിൽ കിടക്കുന്ന സമയത്തും പരിശുദ്ധ റമദാൻ മാസത്തിൽ ആവർത്തിച്ച് ഖുർആൻ ഓതുന്ന പ്രതിഫലം നിങ്ങളുടെ ഖബറിലേക്ക് കിട്ടാനുള്ള വലിയൊരു സുവർണ അവസരമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ, ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ നിങ്ങൾ ഭാഗവാക്കാകുക. സാമ്പത്തികമായി കഴിയുന്നവർ അങ്ങനെ, ശാരീരികമായി കഴിയുന്നവർ അങ്ങനെ, അതല്ല ഏത് രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതിനുമായി സഹകരിക്കാനും സഹായിക്കാനും പറ്റുമോ ആ രീതിയിലെല്ലാം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക. തീർച്ചയായും അതൊരു ജാരിയായ സദഖയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന ഫഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഖൈറുള്ള മനുഷ്യർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ബാല്യത്തിലും കൗമാരത്തിലും ഒന്നും ഒരുപക്ഷെ ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പ്രായശ്ചിത്തം എന്നോണം, അതിന് പകരമായി എന്നോണം വരും തലമുറ ഖുർആൻ ഹിഫ്ള് ചെയ്യുമ്പോൾ, ആ ഖുർആനിൻ്റെ സംരക്ഷണത്തിൻ്റെ വലിയ ബാധ്യത അവരേറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ, അതിലൊരു കൂട്ടാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനിൻ്റെ സംരക്ഷണം അള്ളാഹു നിലനിർത്തുന്നത് ഇൻ്റർനെറ്റിലൂടെയോ പുസ്തകങ്ങളിലൂടെയോ കടലാസുകളിലൂടെയോ ഒന്നുമല്ല, മനുഷ്യ ഹൃദയങ്ങളിലൂടെയാണ്. ഖുർആനിൻ്റെ സഞ്ചാരം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കാണ്. ഇവിടുന്ന് ഖുർആൻ നമ്മൾ ഫീഡ് ചെയ്യാൻ പോകുന്നത്, ഖുർആൻ നമ്മൾ ഇട്ടുകൊടുക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലേക്കോ സിസ്റ്റത്തിലേക്കോ അല്ല, മനുഷ്യ ഹൃദയങ്ങളിലേക്കാണ്, മനുഷ്യൻ്റെ മനസ്സുകളിലേക്കാണ്. ആ മനസ്സ് എത്ര കാലം നിലനിൽക്കുന്നുവോ, ആ മനസ്സിലൂടെ ആർക്കൊക്കെ ഖുർആൻ ലഭിക്കുന്നുവോ അതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്ക് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക. ഇന്നത്തെ അതിൻ്റെ ഒന്നാമത്തെ പിരിവാണ്. കയ്യിൽ കാശെടുക്കാതെ വന്ന ആളുകളുണ്ടെങ്കിൽ കമ്മിറ്റിയെ സമീപിച്ചാൽ പിന്നീട് പേഴ്സണലായി കൊടുക്കാവുന്നതാണ്. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഈ സംരംഭത്തിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ അള്ളാഹുവിൽ ഈ ഒരു സംരംഭത്തെ ഞങ്ങൾ അർപ്പിക്കുകയാണ്. നാഥ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഈ ഒരു സ്ഥാപനത്തെ വലിയ ഒരു സ്ഥാപനമായി നീ വളർത്തുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് വെളിച്ചം കിട്ടുന്ന, ഹിദായത്ത് കിട്ടുന്ന, മാർഗദർശനം നൽകുന്ന ഒരു വലിയ സ്ഥാപനമാക്കി നീ ഇതിനെ വളർത്തുകയും ചെയ്യണം റബ്ബേ. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സമൂഹത്തിൽ നന്മയാകാനും വിളക്കാകാനും നീ തൗഫീഖ് നൽകണേ നാഥ. അള്ളാഹു, ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ റിയാ വരാതെ, മറ്റെന്തെങ്കിലും ഉദ്ദേശം വരാതെ ഇഖ്ലാസോടുകൂടി ഇതിൻ്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇതിൻ്റെ മുന്നിലുള്ള പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും മുഴുവൻ റബ്ബേ നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് തരണം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.